ഒരു ലേസി ഡേ അത് ഇമ്പോർട്ടൻ്റ് ആണ് എനിക്കൊന്ന് റീചാർജ് ആവാൻ വേണ്ടിയിട്ട്. മാസത്തിൽ ഒരു ദിവസമെങ്കിലും അങ്ങനെ ഒരു ലേസി ഡേ ഞാൻ കണ്ടെത്താറുണ്ട്. അങ്ങനത്തെ ഒരു ദിവസമാണിത്. ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ഗോ വിത്ത് ദ ഫ്ലോ എന്ന് പറഞ്ഞ പോലത്തെ ഒരു ദിവസം. അച്ഛനും ഉണ്ട് ഇന്ന് ഞങ്ങളുടെ കൂടെ. നല്ലൊരു ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ആക്ച്വലി ഫുഡ് കഴിക്കാൻ മാത്രം ഇറങ്ങിയതല്ല, ഞങ്ങളൊരു ക്യാൻറ്റീനിൽ ഒരു ഷോപ്പിങ്ങിനും സാധനങ്ങൾക്കൊക്കെ ആയിട്ട് പോയിട്ടുള്ളതാണ്. അങ്ങനത്തെ ദിവസം മാത്രമേ അച്ഛൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫുഡ് കഴിക്കാൻ കിട്ടാറുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിലൊന്നും അച്ഛൻ ഫുഡ് കഴിക്കുന്നോ ചോദിച്ചാൽ പോലും ഇല്ല 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 പറയും. അമ്മേനെ വിട്ടിട്ട് എവിടെ നിന്നും കഴിക്കില്ല. അമ്മയാണെങ്കിൽ പുറത്തുനിന്ന് ഫുഡ് കഴിക്കാൻ ഇഷ്ടവും ഇല്ല. എന്താ ചെയ്യാല്ലേ? അപ്പോൾ പിന്നെ ഈ ഒരു ദിവസം ഞങ്ങളങ്ങ് മുതലെടുക്കും. അങ്ങനെ ഒരു ദിവസമാണ് ഇന്ന്. അപ്പം നല്ല ലാവിഷായിട്ട് ഒരു സദ്യ തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ കണ്ണൂർ പോയി കഴിഞ്ഞാൽ നോർമലി കഴിക്കാറുള്ളത് പുലരി എന്ന് പറഞ്ഞിട്ടുള്ള റെസ്റ്റോറൻറ്റിൽ നിന്നാണ്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഫുഡും നല്ല ഫിഷ് ഫ്രൈ ഒക്കെ കിട്ടുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ ലൊക്കേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അച്ഛനും യാപ്പും ബിരിയാണി മതി എന്ന് പറഞ്ഞിട്ട് അവരത് ചൂസ് ചെയ്തു. ഞാൻ നല്ല അടിപൊളിയായിട്ടുള്ള സദ്യയും അതിനുശേഷം പായസവും പപ്പടവും ഒക്കെ കൂടെ കൂട്ടിക്കഴിച്ചു നല്ല മൃഷ്ടാനം കഴിച്ചിട്ടുണ്ട്. അങ്ങനെ ഇതൊക്കെ കഴിച്ച് നല്ല സുഖമായിട്ട് പോയി കിടന്നിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ സൺഡേ പ്ലാൻസ്. നിങ്ങളുടെ പ്ലാൻസ് എന്താണെന്ന് പറയൂട്ടോ.